ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ തസ്മി, ഹോമിയോപ്പതി ഡോക്ടറാണ്. ഇന്ന് ഹോമിയോപ്പതിക് മെഡിസിൻസ് കുട്ടികളിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആക്ഷനും എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ കുറിച്ച്, കുട്ടികളിൽ മെഡിസിൻസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഫീവർ അതുപോലെയുള്ള കണ്ടീഷൻസിനൊക്കെ നമ്മൾ മെഡിസിൻസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ നമുക്ക് കുട്ടികൾക്ക് മിക്കവർക്കും എന്താ സിംറ്റംസ്, ഹോമിയോപ്പതി എന്ന് വെച്ചാൽ സിംറ്റംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഓരോ രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ലക്ഷണങ്ങളും അതുപോലെ അവരുടെ ഫിസിക്കൽ ജനറൽസ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്. ഫിസിക്കൽ ജനറൽസ് എന്ന് വെച്ചാൽ, ഇപ്പം ഒരാളുടെ ഫിസിക്കൽ ജനറൽസിൽ പെട്ടതാണ് അവരുടെ വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ വിയർപ്പ്, അതുപോലെ ഉറക്കം, മലശോചന, അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്നത്, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേസ് എടുക്കുമ്പോൾ ചോദിച്ചറിയണം. അപ്പം അക്യൂട്ടായിട്ട് ഉണ്ടാകുന്ന ഡിസീസുകൾ, പെട്ടെന്നുണ്ടാകുന്ന ഡിസീസുകളിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു കുട്ടിക്ക് പനിയായിട്ടൊക്കെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പനിയുടേതായിട്ടുള്ള സിംറ്റംസും ഉണ്ട്, വിശപ്പ് കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലും വയറുവേദനയോ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ അവരുടെ ഒരു ടോട്ടാലിറ്റി എടുത്തിട്ട് സിംറ്റംസ് എല്ലാം അവരോട് ചോദിച്ചറിഞ്ഞാൽ, അമ്മയോട് ചോദിച്ചറിഞ്ഞിട്ട് അത് വെച്ചായിരിക്കും ഒരു മെഡിസിൻസ് കൊടുക്കുന്നത്. മെഡിസിൻസ് കൊടുത്ത് ഈ അക്യൂട്ട് കേസുകളിലൊക്കെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ ആ ഒരു സമയം ഒരു 2-3 പ്രാവശ്യം മെഡിസിൻസ് റിപ്പീറ്റ് ചെയ്യുമ്പം തന്നെ മെഡിസിൻസിൻ്റെ എഫക്ട്സ് അറിയാൻ പറ്റും. പനിയുണ്ടെങ്കിൽ അത് ഹോമിയോ മെഡിസിൻസ് കൊടുക്കുന്നവർക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് 2-3 മണിക്കൂറിനുള്ളിൽ കുട്ടി ആക്റ്റീവ് ആകും, അല്ലെങ്കിൽ അതുപോലെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് വരും, വയറ്റിൽ നിന്ന് പോകും. അപ്പം നമ്മൾ ബെറ്റർ ആയിട്ടുള്ള സൈൻസാണ് ഇങ്ങനെ മെഡിസിൻസ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊരു ബെറ്റർ സൈനാണ്. അപ്പം 1 to 2 ഡേയ്സിനുള്ളിൽ തന്നെ അവരുടെ അസുഖം കുറയുന്നതായിട്ട് കാണപ്പെടുന്നു. അപ്പം അതിൽ നമുക്ക് മാതാപിതാക്കൾക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഫീവർ കുറയുന്നുണ്ടോ, ചൂട് നോക്കാം, ചൂട് കുറയുന്നുള്ളത്, കുട്ടി ആക്റ്റീവ് ആണോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ആക്റ്റീവ് ആണെങ്കിൽ അതൊരു ഗുഡ് സൈനാണ്. അതേപോലെ തന്നെ അവർ ആഹാരം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, രാത്രിയൊക്കെ നല്ലപോലെ ഉറങ്ങുന്നുണ്ട്. മെഡിസിൻസ് കഴിച്ചതിന് ശേഷം മൂക്കടപ്പ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കുട്ടികൾ ഈ മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് ഉറങ്ങാതിരിക്കുകയും പിന്നീട് അതൊക്കെ ബെറ്റർ ആവുന്നതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് സൈൻസുകൾ. അതുപോലെ തന്നെ ഇതൊക്കെ നോക്കുമ്പോൾ അറിയാം. അതുപോലെ ക്രോണിക് ഡിസീസിൽ അത് ആസ്മയോ അലർജിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള, ചിലപ്പോൾ ഒരു ഡയറ്റ് റെസ്ട്രിക്ഷൻസ് പറഞ്ഞു തരും, ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെയൊക്കെ പറയുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ മെഡിസിൻസ് കൊടുക്കാം. മെഡിസിൻസ് കൊടുക്കുമ്പം ഈ മെഡിസിനുമായിട്ട് ഒരു ഹാഫ് അവർ അലോപ്പതിയോ അല്ലെങ്കിൽ ആയുർവേദോ വേറെ ഏത് ട്രീറ്റ്മെൻറ്റ് എന്തിനെങ്കിലും എടുക്കുന്നുള്ളവർ ഒരു ഹാഫ് അവർ ഗ്യാപ്പ് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ മെഡിസിൻസ് ആക്ട് ചെയ്യത്തുള്ളൂ. അത് ഡയറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ എക്സസൈസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെല്ലാം ഫോളോ അപ്പ് ചെയ്യേണ്ടതായിരിക്കും ക്രോണിക് ഡിസീസുകളിൽ. ഇതും അതുപോലെ തന്നെ സിംറ്റംസ് ഒക്കെ ബെറ്റർ ആയിരിക്കും. അലർജി ആയിട്ട് തുമ്മൽ, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ട്, കണ്ണ് ചൊറിച്ചിൽ, നീർക്കെട്ട്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ ഈ മെഡിസിൻസ് കഴിച്ച് 1 or 2 ഡേയ്സിനുള്ളിൽ തന്നെ അവരുടെ പഴയ അവസ്ഥയിൽ നിന്നും വ്യത്യാസം വരുന്നുണ്ട്. ഫസ്റ്റ് ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അഗ്രവേഷനോ ഉണ്ടായതിന് ശേഷമായിരിക്കും ചില ആളുകളിൽ പൂർണ്ണമായിട്ട് അസുഖം മാറുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു 1 ഡേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആ മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ആ മെഡിസിൻ എടുക്കേണ്ട രീതിയിൽ ചേഞ്ച് ചെയ്യുമ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറും. അല്ലാത്തവർ ഈ മെഡിസിൻസ് കഴിക്കുമ്പം 2-2 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല വ്യക്തമായിട്ടുള്ള ഒരു കുറവുണ്ടാകുന്നതായിട്ട്
കാണപ്പെടുന്നുണ്ട്. അപ്പം ക്രോണിക് ഡിസീസിൽ ഒരുപാട് സമയമെടുത്ത് അത്ര ക്രോണിക് ആണ്, അലോപ്പതി കുറേ മെഡിസിൻസ് കഴിച്ചു അങ്ങനെയൊക്കെ ഉള്ളവരിൽ ഒരു 3 to 4 months അല്ലെങ്കിൽ ഒരു 6 months ഒക്കെ എടുക്കും ഒന്ന് ബെറ്റർ ആയിട്ട് വരാൻ. എങ്കിൽ പോലും മെഡിസിൻ കഴിച്ച് ഒരു 3 daysനുള്ളിൽ ഒരു ചേഞ്ച്, എന്തെങ്കിലും സിംറ്റംസ് എന്തായാലും കുറയുന്നതായിരിക്കും. പൂർണ്ണമായിട്ട് മാറാൻ ഇത്ര സമയം എടുക്കെങ്കിൽ പോലും മെഡിസിൻസ് കഴിക്കുന്നതനുസരിച്ച് സിംറ്റംസിലെല്ലാം ബെറ്റർ ആവുന്നതായിട്ട് കാണപ്പെടുന്നു. ഇത് കുട്ടികളിൽ മാത്രമല്ല, വലിയ ആളുകളിലും ഇതുപോലെ തന്നെയാണ്. അപ്പം കുട്ടികളിൽ കൊടുക്കുമ്പോൾ, ഫീവറിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷനും അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനെ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷൻ്റെയും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെയും ഒക്കെ സിംറ്റംസും അതിൻ്റെ സ്റ്റേജസും ഒക്കെ കടന്നു പോകുമ്പോഴത്തേക്ക് ആ സമയത്തൊക്കെ കുട്ടികൾക്ക് മെഡിസിൻ കഴിക്കുമ്പോൾ ബെറ്റർ ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ സേഫാണ്. കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, സേഫാണ്, എഫക്റ്റീവാണ്. വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, സേഫായിട്ട് കൊടുക്കാവുന്നതാണ്.